ഇസ്രായേൽ ചരിത്രവും വർത്തമാനവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കലൂടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പലസ്തീൻ ആരുടേതാണ്, ദൈവം എങ്ങനെയാണത് ഇസ്രായേലിന് കൊടുക്കുന്നത്, അബ്രഹാമിനോട് ദൈവത്തിൻ്റെ ഉടമ്പടി എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇസ്രായേൽ ജനത്തിന് ആ ദേശം അല്ലെങ്കിൽ കനാൻ ദേശം ദൈവം നൽകിയതിന് പിന്നിലെ യുക്തി എന്താണ്, അതിൻ്റെ പിന്നിലെ ന്യായം എന്താണ്, ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്ന പാസ്റ്റർ എ ടി ജോസഫാണ്. തികഞ്ഞ വേദപണ്ഡിതനും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനും പ്രഭാഷകനുമായ അദ്ദേഹത്തെ ഈ എപ്പിസോഡിൽ ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ചാണ്. അബ്രഹാമിനും അതുപോലെ തന്നെ അബ്രഹാം സന്തതിക്കും കൊടുക്കുന്ന ഒരു ദേശത്തെക്കുറിച്ച്, കനാൻ ദേശത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതുവരെ ആ കനാൻ ദേശത്തൊരു സമൂഹം, നമ്മൾ ബൈബിളിൽ നിന്ന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വായിച്ചു, 9 ജാതികളുടേതാണ് ആ ദേശം എന്നുള്ള വായിച്ചു. അപ്പോൾ അവരോട് കാണിച്ച ഒരു നീതികേടാകത്തില്ലേ? അപ്പോൾ അവരെ മാറ്റിയതിന് ശേഷം ഇവർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദൈവം നീതിയുള്ളവനാകുമ്പം അതിനകത്തൊരു പൊരുത്തക്കേട് നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? എന്താ ഭാഷ പറയാനുള്ളത്? എല്ലാവർക്കും അഭിവാദനങ്ങൾ. ഒരിക്കൽ കൂടെ ഇങ്ങനെ ഈ വേദിയിൽ ഈ വിഷയമായിട്ട് വരാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസൻ സാറ് ചോദിച്ച ചോദ്യം കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൻ്റെ പിന്തുടർച്ചയാണ്. ദൈവം അബ്രഹാമിന് കനാൻ ദേശം കാണിച്ചു കൊടുത്തു, അവിടെ വരെ വന്നു. എന്നാൽ അബ്രഹാമിന് അത് കൊടുത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? കൂടാതെ അവിടെ താമസിച്ചിരുന്ന ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് അബ്രഹാമിൻ്റെ സന്തതിക്ക് അത് കൊടുത്തു. അതിനകത്തുള്ള യുക്തി എന്താണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കഴിഞ്ഞ ലോകമഹായുദ്ധത്തിന് മുമ്പ് വരെ, ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നെ UN ഒക്കെ ഉണ്ടായി, അതിന് മുമ്പ് വരെ ശക്തരായ രാജ്യങ്ങൾ ദുർബല രാജ്യങ്ങളെ ആക്രമിക്കുമായിരുന്നു. അതിന് അവരുടേതായ ചില ന്യായങ്ങളുണ്ട്, യുദ്ധന്യായങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ഭാരതത്തിൽ പോലും ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, തമ്മിൽ കലഹിച്ചിരുന്നു. അതിനെ മുതലെടുത്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ കനാനിൽ എത്തിയ അബ്രഹാമിന് കനാൻ ദേശത്തെ ഈ ജാതികളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി അത് മുഴുവൻ പിടിച്ചെടുക്കാനുള്ള സൈനിക ശക്തി ഉണ്ടായിരുന്നു. ബൈബിളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് 318 അഭ്യാസികൾ അല്ലേ? അതെ. അപ്പൊ ആ ചരിത്രം നമ്മൾ അതിന് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ്. അബ്രഹാം താമസിച്ചിരുന്ന ആ ദേശം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പൗത്രനായ ലോത്ത് പോയിരുന്ന സൊദോം ഗൊമോറയിലാണല്ലോ. സൊദോം ഗൊമോറ ഉൾപ്പെട്ടിരുന്ന 5 രാജ്യങ്ങൾ, വേറെ ഒരു 4 സുശക്തരായ കെദോർ ലായമർ എന്ന് പറയുന്ന ഏലാം രാജാവ്. അപ്പോൾ അവര് വളരെ ശക്തരായിരുന്നു, ഒരു സാമ്രാജ്യ ശക്തിയായിരുന്നു. അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ 4 രാജ്യങ്ങൾ ഈ 5 രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ആ കൂട്ടത്തിൽ ലോത്തിനെയും സമ്പത്തും ഒക്കെ കൊണ്ടുപോയി. ലോത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ അടിച്ചു മാറ്റിയതാ, അതും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി, കൊള്ളയായി കൊണ്ടുപോയി. ഇത് കേട്ട അബ്രഹാം വെറുതെ ഇരുന്നില്ല. അപ്പം ഈ 5 രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയതിൻ്റെ വിജയാഹ്ലാദത്തിലിരുന്ന ആ 4 രാജാക്കന്മാർ, അപ്പോൾ അവർ വളരെ ശക്തരാണ്. ഈ അബ്രഹാമിൻ്റെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും മാത്രമല്ല കൊള്ളയും മുതൽ കൊണ്ടുവരികയും ലോത്തിനെയും കൂടെ പിടിച്ചു കൊണ്ടുവന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ അത് പറയുന്നുണ്ട്. ഞാനൊന്ന് വേണമെങ്കിൽ അത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. അബ്രഹാം കെദോർ ലയോമെരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ, തോൽപ്പിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം ശക്തനല്ലേ? അപ്പോൾ അബ്രഹാമിന് അതിനുള്ള സൈനിക ശക്തിയുണ്ട്, യുദ്ധതന്ത്രങ്ങളും അറിയാം. പക്ഷെ എങ്കിലും അബ്രഹാം എന്ത് ചെയ്തില്ല? ഈ ജാതികളെ അല്ലെങ്കിൽ ഈ നേഷൻസിനെ, താൻ വന്നു ചേർന്നിരിക്കുന്ന ആ സ്ഥലത്തുള്ള ആളുകളെ ഉപദ്രവിക്കാനോ കീഴ്പ്പെടുത്താനോ കൊല്ലാനോ നിന്നില്ല. അത് തെളിയിക്കുന്നത് അബ്രഹാം സേവിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യന് നൽകുക എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്, അപ്പോൾ തന്നെ ദൈവം നീതിയുള്ളവനും കൂടെയാണ്. അപ്പം ദൈവം പെട്ടെന്ന് ഒരു ജാതിയെ നീക്കി കളഞ്ഞിട്ട് അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ ദേശമോ അബ്രഹാമിന് കൊടുക്കുക അല്ലായിരുന്നു.
അത് ദൈവം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദൈവത്തിന്റെ നീതി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കാലത്തും ദൈവം സ്നേഹവും നീതിയുള്ളവൻ തന്നെയാണ്. പുതിയ നിയമത്തിൽ കാണുന്നത് പോലെ തന്നെയാണ് പഴയ നിയമത്തിലും. പക്ഷെ നമുക്കത് സൂക്ഷ്മമായി പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു സംശയമാണ്. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണെന്നും പുതിയ നിയമത്തിലെ ദൈവം അങ്ങനല്ല. അപ്പം അബ്രഹാമിന്റെ ദൈവം ആരാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അബ്രഹാമിന് വേണമെങ്കിൽ കീഴടക്കാൻ അബ്രഹാമിന് ഒരു സാമ്രാജ്യ ശക്തിയായി മാറാമായിരുന്നു. ഈ ഉദാഹരണത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അബ്രഹാമിന് വേണമെങ്കിൽ ഒരു വലിയ ചക്രവർത്തിയായി ഈ കനാൻ മാത്രമല്ല മുഴുവൻ ലോകത്തെയും പിടിച്ചടക്കാമായിരുന്നു. അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ അബ്രഹാം അത് ചെയ്തില്ല. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കും ചെയ്തില്ല, യാക്കോബും ചെയ്തില്ല, യാക്കോബിന്റെ മക്കളും ചെയ്തില്ല. അങ്ങനെ ചിന്തിച്ചാലും മധ്യപൗരസ്ത്യ മേഖലയിലെ ഒരുപക്ഷെ മുഴുവൻ ജൂയിഷ് ആയിട്ട് മാറാനുള്ള സാധ്യതയും കൂടെ അതിനകത്ത് കാണാമായിരുന്നു. തീർച്ചയായിട്ടും അബ്രഹാമിന്റെ സന്തതിക്ക് കിട്ടുമായിരുന്നു ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിന് ദൈവം അനുവദിച്ചില്ല. സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് പലരിൽ നിന്നും അബ്രഹാമിന്റെ മക്കൾക്ക് ഉപദ്രവം നേരിട്ടിട്ടുണ്ട്. ഈവൻ സ്വന്തം ഭാര്യയെ പിടിച്ചോണ്ട് പോയ കേട്ടിട്ടുണ്ട്. ഭാര്യയെ പിടിച്ചോണ്ട് പോയ വെറുതെ ഇരിക്കുമോ? അപ്പം അങ്ങനെ ഉണ്ട്. ഇസ്ഹാക്ക് കുഴിച്ച കിണർ മണ്ണിട്ട് നികത്തി വഴക്കിന് വന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ അവർ സംയമനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4-ാം തലമുറ വന്നപ്പോൾ, അതായത് യാക്കോബിന്റെ മക്കളുടെ സമയം വന്നപ്പോഴാണ് ഇവര് മിസ്രൈമിലേക്ക് പോയത്. അത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നതാണ്, ഇങ്ങനെ സംഭവിക്കുമെന്ന്. അത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആ വാക്യം കൂടെ ഞാനൊന്ന് വേണമെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ 15-ാം അധ്യായത്തിന്റെ ഒരു വാക്യമാണ്. 15-ാം അധ്യായത്തിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. 15-ന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. 16-ാമത്തെ വാക്യത്തില് 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം അല്ലെങ്കിൽ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. നമുക്ക് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തലമുറ മടങ്ങി വരുന്നത്. അപ്പം അവിടെ ഒരു പദമുണ്ട്, അമോര്യരുടെ അതിക്രമം. അപ്പൊ ഈ ജാതികളെ മുഴുവനായിട്ട് വിളിക്കുന്ന ഒരു കോമൺ നെയിമാണ് അമോര്യർ. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച 9 ജാതികൾ. അവരിൽ പ്രബലമായ ഒരു ജാതിയാണ് ഈ അമോര്യ രാജാവായ സീഹോനെ ഓഹിനെയൊക്കെ കൊന്നതായ. അപ്പം അതുകൊണ്ട് അമോര്യർ എന്ന കോമൺ നെയിമിൽ അവർ അറിയപ്പെടുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിക്ക് അല്ലെങ്കിൽ 4-ാം തലമുറ വരെ ഇത് കൊടുക്കാതെ എന്തുകൊണ്ടാണ് അവരുടെ സന്തതിക്ക് അല്ലെങ്കിൽ 600 വർഷങ്ങൾക്ക് ശേഷം 600 വർഷം വരുന്നുണ്ട്. അതായത് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിക്കുന്നത്. അതിനുശേഷം ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോഴാണ് യാക്കോബും ഏശാവും ജനിക്കുന്നത്. യാക്കോബിന്റെ 130-ാമത്തെ വയസ്സിലാണ് യാക്കോബ് എന്ത് ചെയ്യുന്നത്? മീസിൽ. അപ്പൊ ഇത് നോക്കിയാൽ ഏകദേശം 100-ലധികം വർഷത്തെ അവരുടെ കനാനിൽ തന്നെ അബ്രഹാം താമസിച്ചു. അബ്രഹാമിന്റെ മക്കൾ ഉണ്ടായിരുന്നു. ഏകദേശം 200-ലധികം വർഷങ്ങൾ. പിന്നീട് അവർ 400 വർഷം ഈജിപ്തിലുണ്ടായിരുന്നു. അപ്പൊ 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യാക്കോബിന്റെ 4-ാം തലമുറ, മോസസ് 4-ാം തലമുറക്കാരനാണ്, മോശയുടെ നേതൃത്വത്തിൽ അവര് മടങ്ങി വരുന്നത്. അപ്പോൾ ദൈവം സത്യത്തിൽ ഈ ജാതികളോട് കാണിച്ച ദൈവത്തിന്റെ ഒരു നീതിയാണ്. ഈ 600 വർഷം ദൈവം കാത്തിരുന്നു. അബ്രഹാമിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും അവരുടെ ജീവിത സാക്ഷ്യം, ഞാൻ മുമ്പ് പറഞ്ഞു, നല്ലൊരു ജീവിതം അവർ നയിച്ചത് അല്ലേ? അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ദൈവം ഉണ്ടെന്നും ആ ദൈവം ആരാണെന്നും ആ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും ഒക്കെ ഇവർക്ക് അറിയാമായിരുന്നു. യോസഫിന്റെ സാക്ഷ്യത്തിലൂടെ ആ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കാരണം യോസഫിന് അടിമയായിട്ട് അല്ലെങ്കിൽ യോസഫിനെ കാട്ടുമൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞ ഒരു കള്ളക്കഥ സഹോദരന്മാർ പ്രചരിപ്പിച്ചിരുന്നതാണ് ആ നാട്ടിലെ ആട്ടുകാർ അറിഞ്ഞിരുന്നത്. പക്ഷെ ഒരു 13 വർഷം കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ നിന്ന് വന്ന രഥങ്ങൾ കണ്ടപ്പോൾ അതൊരു കെട്ടുകഥയാണെന്നും യോസഫ് ജീവിച്ചിരിക്കുന്നുള്ള യാഥാർത്ഥ്യം. അപ്പം യോസഫിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം ആരാണ്? ഇതൊക്കെ ഈ സംഭവങ്ങളിലൂടെയൊക്കെ നാട്ടിൽ തന്നെ ഒരു ചർച്ചയായി കാണും. തീർച്ചയായിട്ടും വലിയ സംഭവമല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ വീടിന്റെ മുന്നത്തെ പ്രധാനമന്ത്രി വന്നാൽ അതൊരു വലിയ ചർച്ചയല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈജിപ്റ്റ് എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിന്റെ കൊടികെട്ടിയ രഥങ്ങൾ കനാനിന്റെ മൺപാതകളിൽ
ആ മൺപൊടികളെ പാറിച്ചുകൊണ്ട്, കരിയിലകളെ പാറിച്ചുകൊണ്ട് വലിയ പെരുമ്പറ മുഴക്കി ഫറവോന്റെ പടയാളികൾ യോസേഫ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വന്നത് നിശ്ചയമായിട്ടും ആ ജാതികൾക്ക് അവരുടെ മുമ്പിൽ ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്നുള്ള തെളിവാണ്. അപ്പൊ അത്രമാത്രം ദൈവം ഉണ്ട് എന്നുള്ള ഒരു സത്യം അവർക്ക് കൊടുത്തിട്ടും ഈ 600 വർഷം ദൈവം കാത്തിരുന്നിട്ട് ഇവർ മാനസാന്തരപ്പെട്ടില്ല, ഇവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നില്ല. അപ്പോൾ അവിടെ ദൈവസ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹം കാത്തിരുന്നു മാനസാന്തരപ്പെടാൻ. പക്ഷേ എന്നും ദൈവം സ്നേഹമായിട്ടിരിക്കത്തില്ല. ഈ കനാൻ താമസിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ദൈവത്തിന്റെ നീതി അവിടെയുണ്ട്. കാരണം ഫലം കായ്ക്കാത്ത ആ കാട്ടുമുന്തിരി വള്ളികളെ പറിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ പിന്നീട് അവിടെ കൊണ്ടുവന്ന് ദൈവം താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇസ്രായേൽ മക്കൾ മടങ്ങി വരുമ്പോൾ അവര് നിരായുധരായ അല്ലെങ്കിൽ ദുർബലരായ ആളുകളോടല്ല യുദ്ധം ചെയ്തത്. അവര് തിരിച്ചു വന്നപ്പോൾ ഏകദേശം 31 രാജ്യങ്ങളായി. ഈ 9 എന്നുള്ളത് ഖനാനിൽ ഇപ്പോൾ 10-31 രാജാക്കന്മാരുണ്ട്. അപ്പൊ ഈ 10-31 രാജാക്കന്മാർ അവർ സൈനിക ശക്തരാണ്, അവർ ആരോഗ്യമുള്ളവരും ആയുധമുള്ളവരുമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ വെച്ച് ഒറ്റ നോക്കാനായിട്ട് അയക്കുന്നുണ്ട്. ഒറ്റ നോക്കാൻ അയക്കുമ്പോൾ ഇസ്രായേലിലെ ആളുകളെല്ലാം കരഞ്ഞെന്നാണ്. ഇസ്രായേൽ മക്കൾ മുഴുവൻ കരഞ്ഞെന്നാണ്. അവര് അന്ന് ഏകദേശം ഒരു 10-40 ലക്ഷം ഉണ്ട്, എങ്കിൽ പോലും അവർ കരഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ, ഈ കനാനിലുള്ളവരുടെ മുമ്പിൽ ഇവരൊരു വെട്ടുക്കിളി പോലെയാണ്. അപ്പൊ അത്രമാത്രം ശക്തരാണ് കനാനിലുണ്ട്. അപ്പം ശക്തരായ ആളുകൾ, അതൊരു യുദ്ധന്യായമാണ്. ദുർബലരെയോ സ്ത്രീകളെയോ കുഞ്ഞുങ്ങളെയോ വധിച്ചിട്ടല്ല. ഇന്ന് തീവ്രവാദികളൊക്കെ കാണിക്കുന്ന പോലെ യാതൊരു വിധമായിട്ടുള്ള എത്തിക്സും ഇല്ലാതെയല്ല. അപ്പൊ സായുധരായ ആളുകളോട് ഏറ്റുമുട്ടിയിട്ട് ആണ് അവര് ആ രാജ്യം പിടിച്ചെടുത്തത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, ഹാമിന്റെ സന്തതികളാണ് ഇപ്പോൾ ആ ദേശത്ത് താമസിച്ചത്. അവരെ ആഫ്രിക്കയിലേക്ക് മാറ്റുകയും ഷേമിന്റെ വംശത്തിന് തന്നെ ഈ ഭാഗം, ആഫ്രിക്കയുടെ ഭാഗമായ ഈ പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള സ്ഥലം വളരെ വിശാലമാണ്. അപ്പോൾ അത് ഷെമിന്റെ വംശത്തിന് അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കളെയാണ് സെമിറ്റിക്. അതെ, ഷെമിറ്റിക് റിലീജിയൻ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതെ, ഷെമിറ്റിക് റിലീജിയൻസിൽ പെട്ടതാണ്. ഈവൻ ഈ ഹിന്ദു മതങ്ങൾ ഉൾപ്പെടെ ഷെമിറ്റിക് മതമാണ്. മറ്റേ ഈ യൂറോപ്യൻസ് യാഫത്തിന്റെ മക്കളാണെന്നും ഹാമിന്റെ മക്കളാണ് ആഫ്രിക്കൻസ് എന്നും ഒക്കെയുള്ള ഒരു പഠനമാണ് ഉള്ളത്. അപ്പോ ഇങ്ങനെ ഇവരെ ഇവിടേക്ക് കൊണ്ടുവന്ന സായുധരായ ആളുകളുമായിട്ട് ഏറ്റുമുട്ടി ഞങ്ങൾ അവരുടെ മുമ്പ് വെട്ടുക്കിളി പോലെയാണ്, നമുക്ക് ഒരിക്കലും പിടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ആളുകളെ ദൈവം ശക്തീകരിക്കുകയും ഇതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവരവിടെ താമസം ഉറപ്പിച്ചു. അത് മാത്രമല്ല, അന്നത്തെ ഏറ്റവും വലിയ സർവകലാശാല മിസ്രൈമിലാണ്, ഈജിപ്തിലാണ്. ഈജിപ്തിലെ ഏറ്റവും വലിയ ജ്ഞാനം അഭ്യസിച്ച ആളാണ് മോശ. അപ്പൊ മോശയുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത ആളുകളാണ് ഇസ്രായേൽ മക്കൾ. അപ്പോൾ വലിയൊരു ജ്ഞാന നിപുണരായ ആളുകളെ ഏഷ്യയിൽ എത്തിക്കുക എന്നുള്ളതും ചിലപ്പോൾ ദൈവത്തിന്റെ പദ്ധതി കാണുമായിരിക്കാം. ഈജിപ്ത് എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഏഷ്യയിലേക്ക് കൊണ്ടുവന്ന് ഏഷ്യയെ സമ്പൽ സമൃദ്ധമാക്കി. ഇന്നും ഈവൻ ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി വരെ പഠിക്കാൻ ഇസ്രായേലിലാണ്. അപ്പോൾ അത്രമാത്രം പ്രബുദ്ധരായ, സാംസ്കാരിക സമ്പന്നരായ, ജ്ഞാന നിപുണരായ ആളുകളായിരുന്നു ഇസ്രായേൽ മക്കൾ. അങ്ങനെ അപ്പം ഒന്നാമത്തെ ദൈവത്തിന്റെ ന്യായം എന്ന് പറയുന്നത്, ദൈവം സ്നേഹമായി കാത്തിരുന്നു ഈ ജാതികൾ മാനസാന്തരപ്പെടുമെന്ന്. 600 വർഷം വരെ കാത്തിരുന്നത്. ഈ 700-ാം വർഷം എന്ന് പറയുന്നത് വിമോചക സംവത്സരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. 7-ാം വർഷം. അപ്പോൾ 700-ാം സംവത്സരത്തിലാണ്, തലമുറയിൽ 700-ാം സംവത്സരത്തിലാണ് അവർ മടങ്ങി വരികയും ഇത് അവകാശമാക്കുകയും ചെയ്തു. അതിനകത്ത് ഒരു അനീതി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ ജാതികൾക്ക് ദൈവം പരമാവധി അവസരങ്ങൾ കൊടുത്തു, അവർ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന നല്ല മുന്തിരിവള്ളി കൊണ്ടു നട്ടു എന്ന് തന്നെയാണ് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കാട്ടുമുന്തിരിങ്ങ നീക്കിക്കളഞ്ഞ് നീക്കണം, നല്ല മുന്തിരിവള്ളിയായ പിന്നീട് പക്ഷെ ഇവരും കാട്ടുമുന്തിരിങ്ങ കായ്ക്കുകയും ദൈവം അവരോട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായം എന്ന് പറയുന്നത് അതാണ്. ഇസ്രായേൽ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കളെ ശിക്ഷിക്കാനായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ടുവരികയും ഇവരെ ചിതറിക്കുകയും മറ്റു രാജ്യങ്ങളെ കൊണ്ടുവന്ന് ദേവാലയം പോലും തകർത്ത് കളഞ്ഞിട്ടാണ് ദൈവം അവരെ
മറ്റുള്ളവരെ അവിടെ സ്ഥാപിച്ചു. അപ്പോൾ ദൈവത്തിന് അങ്ങനെ പ്രത്യേക മുഖപക്ഷമൊന്നുമില്ല. ആര് ദൈവത്തെ അനുസരിക്കുന്നുവോ, ആര് ദൈവത്തെ സ്നേഹിക്കുന്നുവോ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രത്യേകിച്ച് പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കളോട് പ്രത്യേകമായ ഒരു പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെത്. അത് നിവർത്തീകരിക്കാനായിട്ട് ഇടയായി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാലസ്തീൻ എന്നൊക്കെ ഇന്ന് പറയുന്ന ഈ സ്ഥലം അത് പൂർണ്ണമായിട്ടും യഹൂദന് അല്ലെങ്കിൽ യാക്കോബിൻ്റെ 12 മക്കൾ, ആ ഗോത്രങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവരത് വാക്തത്വ പ്രകാരം നേടിയെടുത്തതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇസ്രായേലിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടത്, ദൈവം കനാനിൽ പാർത്തുകൊണ്ടിരുന്ന ആദിമ ജനതയെ മാറ്റിയതിനു ശേഷം ഇസ്രായേൽ ജനത്തെ അവിടെ നട്ടത്, ഒരു മുന്തിരിവള്ളി നടുന്നതുപോലെ നട്ടതിന് പിന്നിൽ ദൈവത്തിൻ്റെ ന്യായം എന്താണ്, അതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും അനീതി പ്രവർത്തിക്കുന്നൊരു ദൈവമല്ല. ദൈവത്തിൻ്റെ നീതി ഒരുപക്ഷെ മാനുഷികമായ ദൃഷ്ടിയിൽ പെട്ടെന്ന് എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാലും നാളുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ചെയ്തതാണ് എല്ലാം കൃത്യമെന്ന് നമുക്ക് വ്യക്തമാകും. ബൈബിളും അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പഠനം നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്നും പുതിയ വിഷയങ്ങളുമായി ഈ വിഷയത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.